കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 39 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 38 39 അധ്യായം ഗോഗിനെ കുറിച്ച് പറയുന്ന പ്രവചന ഭാഗമാണ്. ഇതുവരെ ഇത് നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഏത് സമയം നിവർത്തീകരിക്കപ്പെടുമെന്നും അറിയത്തില്ല. എന്നാൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗോഗിനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിലൂടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് 39 അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. 39 അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വന്നത്, യഹോവയായ ദൈവം നോക്കുമ്പോൾ ഗോഗും തൻ്റെ സഖ്യകക്ഷികളും കൂടി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കണം, അവൻ്റെ സമ്പദ് വ്യവസ്ഥകൾ സമ്പന്നതകൾ കൊണ്ട് നിറഞ്ഞതാകിയാൽ അതെല്ലാം അവർക്ക് എടുക്കണം, യുദ്ധത്തിലൂടെ അതെല്ലാം നേടണം. അത് പ്രതിരോധങ്ങളില്ലാത്ത, മതിലുകളില്ലാത്ത ഗ്രാമം പോലെ ഇരിക്കുന്നു, അവർക്ക് ഈസിയായിട്ട് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവിടെ ഇടപെടുന്നു. അവനെ യഹോവയായ ദൈവം തന്നെ വഴി തെറ്റിച്ച് അവനെ വന്ന ആ സമൂഹത്തെ, ആ സൈന്യത്തെ പല ബാധകളിലൂടെ 6 തീർത്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ പർവ്വതങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവർ വീഴുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇടം കൈയിലെ വില്ല് അടിച്ച് തെറിപ്പിക്കുന്നു. വലം കൈയിൽ അമ്പ് നിലത്ത് വീഴുന്നു. സമാധാനത്തോടെ നിർഭയമായി വസിക്കുന്ന മാഗോഗ് ദേശത്തിലേക്ക് ദൈവം തൻ്റെ തീ അയക്കുന്നു. അനേകരെ വെളിം പ്രദേശങ്ങളിൽ യുദ്ധത്തിൽ വീഴുന്നു. ദൈവം പറവകൾക്കും മൃഗങ്ങൾക്കും ആ ശവശരീരങ്ങൾ ആഹാരമാക്കി കൊടുക്കുന്നു. എന്നാൽ ഇതിനോടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ കൊണ്ടുവന്ന ആയുധങ്ങളുടെ ശേഖരണം കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യെരൂശലേമിലെ നിവാസികൾ തങ്ങളുടെ ഭവനം വിട്ട് വെളിയിലിറങ്ങി. അവർ നോക്കിയപ്പോൾ കാണാം, ഗോഗും ഒരു സൈന്യങ്ങളും ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരണം കാണാം. അത് 9 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ആയുധങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. ശേഖരിച്ച് അങ്ങനെ ആയുധങ്ങൾ ശേഖരിച്ചപ്പോൾ ആ ആയുധങ്ങൾ കൊണ്ട് 7 വർഷം അവർ തങ്ങളുടെ വീടുകളിൽ ഇന്ധനമായി അതിനെ ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിലെ ആയുധമെന്ന് പറയുമ്പോൾ പരിച, പലക, വില്ല്, അമ്പ്, കുറുവടിയും കുന്തം തുടങ്ങിയവയാണ് ആയുധങ്ങൾ. ഇതെല്ലാം അവർ പിറക്കിയെടുത്തു. ഈ 7 വർഷം ഇവർ തങ്ങളുടെ വീട്ടിൽ ഇന്ധനത്തിന് വേണ്ടി വിറക് അന്വേഷിച്ച് പോവുകയോ കാട്ടിൽ പോയി മരങ്ങൾ തേടുകയോ ഒന്നും ചെയ്തില്ല. 7 വർഷവും വീട്ടിലെ കുക്കിങ്ങിന് വേണ്ടി ഇന്ധനം ഉപയോഗിച്ചത് ഈ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പം അത്രമാത്രം വലിയൊരു സജ്ജീകരണത്തോടു കൂടിയാണ് ഗോഗ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ കയ്യിലുണ്ടാകുന്ന വില്ല് തെറിക്കുന്നു, അമ്പ് താഴെ വീഴുന്നു.
അവർ നിലത്ത് വീഴുന്നു. ചുരുക്കി പറഞ്ഞ യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ആ സൈന്യങ്ങൾ മാറ്റപ്പെടുന്നു. നമ്മൾ അവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്. നമ്മൾ അതിൻ്റെ 11 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 11 മുതൽ 16 വാക്യങ്ങൾ വായിച്ച്. ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. വഴിപോക്കർക്ക് അത് വഴിമുടക്കായി തീരും. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. 13 വേണോ പാസ്റ്റർ? 16. ദേശത്തിലെ ജനം എല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ അതിനരികെ ഒരടയാളം വെക്കും. അടയാളം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരു നഗരത്തിന് ഹമാന പുരുഷാരം എന്ന് പേരുണ്ടാകും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും. ഓക്കെ. ഗോഗിന്റെ സൈന്യം വളരെ വലുതായിരിക്കും. ആ ദിവസം ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനം നൽകും. ഇസ്രായേലിയരുടെ ഇടയിലേക്ക് വന്നു, അവർ മരിച്ചു വീഴുന്നു, കൊല്ലപ്പെടുന്നു. ഗോഗിൻ്റെയും അവിടെ സഖ്യകക്ഷികളുടെയും കൊല്ലപ്പെട്ട പടയാളികൾക്ക് ഉചിതമാകുന്ന ശ്മശാനം നൽകുമെന്ന് യഹോവയും വാഗ്ദത്തം ചെയ്യുന്നു. ശ്മശാനങ്ങൾ കൊടുക്കുന്ന ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിയർ ആ സംസ്കാരം എല്ലാം നടത്തേണ്ടി വരും. ശവങ്ങൾ എവിടെ സംസ്കരിക്കണമെന്നോ യഹോവ ദൈവമോട് പറയുന്നുണ്ട്. ശവക്കുഴികൾ കൊടുക്കുന്നൊരു താഴ്വരയിലാണ്. അവിടെ വായിക്കുന്ന അവിടെ ആളുകൾ കിഴക്കോട്ട് കടലിലേക്ക് യാത്ര ചെയ്യുമെന്ന് വായിക്കുന്നു. 11ാമത്തെ വാക്യം അങ്ങനെയാണ് വായിക്കുന്നത്. അവർ കിഴക്ക് വശത്തുള്ള കടലിന് കിഴക്ക് വശത്തുള്ള വഴിപോക്കരുടെ താഴ്വരയിലേക്ക് യാത്ര ചെയ്യും. അവിടെ കടൽ എന്നത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാവുകടൽ എന്നാണ് നമുക്ക് ഭൂമിശാസ്ത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെഡ് സീ. ആ താഴ്വരയിൽ വളരെയധികം ശവക്കുഴികളുണ്ടാകും. അതിനിയും കടലിലേക്കുള്ളൊരു വഴിയായിരിക്കില്ല. ആ താഴ്വരയ്ക്ക് ഒരു പുതിയ പേര് നൽകുന്നു. അതിനെ ഹമോൻ ഗോഗ് എന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം ഗോഗിൻ്റെ വലിയ ജനക്കൂട്ടം എന്നാണ്. ഇവിടെ വായിക്കുന്നത് ഇനി വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ ചാവുകടൽ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് താഴ്വരയിലേക്ക് പോകാൻ. ഇനി ആ വഴി അടയപ്പെടും. കാരണം അടക്കപ്പെടുവാൻ പോകുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരെ അടക്കം ചെയ്ത താഴ്വര മുഴുവൻ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞതുപോലെ ആയിത്തീരും.
അങ്ങനെ വരുമ്പോൾ യാത്രക്കാർക്ക് അതുവഴി കടന്നു പോകുവാൻ ബുദ്ധിമുട്ടായിത്തീരും. അതാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം, ഇവരെ അടക്കം ചെയ്യുവാൻ വേണ്ടിയുള്ള ക്രമീകരണം പറയുന്നുണ്ട്. അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടി വരുമെന്നാണ് വായിക്കുന്നത്. അവർ കൊണ്ടുവന്ന യുദ്ധ ഉപകരണങ്ങൾ ഇന്ധനത്തിന് ഉപയോഗിച്ചത് ഏത് വർഷം? ഇവിടെ ഇനി ഇവരെ കൊണ്ട് അടക്കി ആ ദേശം ശുദ്ധീകരിച്ചെടുക്കുവാൻ 7 മാസം വേണ്ടി വരും. ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യുമെന്നാണ് വായിക്കുന്നത്. ഇസ്രായേലിന്റെ ജനം മുഴുവൻ ചേർന്ന് കിട്ടുന്നതിനെ കൊണ്ട് ആ താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഇതിന് നടുവിലൂടെ യഹോവ ദൈവം പറയുന്നു, ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും ഈ 7 വർഷം കൊണ്ടാണ് ആ ദേശം ശുദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 7 മാസം അത് മൊത്തം തൂത്തുപറക്കി ക്ലീൻ ആക്കുന്നു. 7 മാസത്തിന് ശേഷം ഇനിയും അതിന് പിന്നാലെ ഒരു തെരച്ചിൽ സംഘം വരുന്നുണ്ട്, ഒരു ഗവേഷക സംഘം. അവർ വരുമ്പോൾ ഏതെങ്കിലും അസ്ഥിക്കഷങ്ങൾ എവിടെയും കിടക്കുന്ന കണ്ടാൽ അവരുടെ അടയാളം അവിടെ വെച്ചിട്ട് പോകും. അതിന് പിന്നാലെ വരുന്നവർ അത് എടുത്തുകൊണ്ട് പോയി അടക്കം ചെയ്യും. അങ്ങനെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി സംസ്കരിക്കുവാനുള്ള ശ്രമം ഒരു ഗ്രൂപ്പായി സംഘടിച്ച് വളരെ സമഗ്രമായി തന്നെ ആ കാര്യം നടക്കുകയാണ്. ആ ദേശം ശുദ്ധീകരിക്കുവാൻ 7 മാസമാണ് എടുത്തത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചു എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, എവിടെയോ കിടന്ന ഗോഗ്, അവന് സഖ്യകക്ഷികൾ, അവൻ്റെ ഹൃദയത്തിനകത്തൊരു പ്ലാൻ വന്നു, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം. യഹോവയായി ദൈവം ഇടപെട്ട വഴി തെറ്റിച്ച് അവനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി അവൻ അമ്പ് പോലും ചെയ്യുവാൻ കഴിയാത്ത, യുദ്ധം ചെയ്യാത്ത നിലയിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. ആ കൂട്ടുകക്ഷികളെല്ലാം ചേർന്ന് വന്നിട്ട് അത് 6-ൽ 1 ശേഷിക്കുന്നു. അവസാനം ദൈവം തൻ്റെ രാജ്യം ശുദ്ധീകരിക്കുകയാണ്. ശത്രുവിൻ്റെ ആയിരിക്കുന്ന ഒരംശവും ഇവിടെ കാണാൻ പാടില്ല. ആ നിലയിൽ രാജ്യം ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ രാജ്യമാണത്, ദൈവത്തിൻ്റെ ദേശമാണ്. അവിടെ ഒരു അശുദ്ധിയും കാണാൻ പാടില്ല. അതുകൊണ്ട് സഹത് നന്നായി കണ്ടതിനെ കൊണ്ട് അടക്കുന്നു. തെരച്ചിൽ സംഘം വരുന്നു. അവരെന്തെങ്കിലും ഒന്ന് കണ്ടാൽ അവിടെ അടയാളമായി വെച്ചിട്ട് പോകുന്നു. അടുത്ത ഗ്രൂപ്പ് വന്ന് അത് എടുത്തുകൊണ്ട് പോയി അടക്കം ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് 7 മാസം കൊണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനം എത്ര വലുതാണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ശുദ്ധീകരിക്കേണ്ടതൊക്കെ ശുദ്ധീകരിച്ച് വിശുദ്ധമാകുന്ന നിലയിൽ മാത്രമേ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കത്തുള്ളൂ. കാരണം ദൈവം എപ്പോഴും വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അവിടെ ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ താഴ്വരയ്ക്ക് അടുത്തുള്ള നഗരത്തിന് അവർ വലിയ ജനക്കൂട്ടം എന്ന അർത്ഥമുള്ള ഹമോന എന്ന പേരിടുന്നുണ്ട്. ഇതിത്ര നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 17 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച് 17 മുതൽ 20 വാക്യങ്ങൾ. ഓക്കെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവീൻ,
നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നു കൂടുവീൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തിയോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയിങ്കൽ കുതിരകളെയും വാഹന മൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇവിടെ യഹോവയായ ദൈവം പറവകളെയും വയലിലെ എല്ലാ മൃഗങ്ങളെയും കൂടെ വിളിക്കുകയാണ്. ഒരു യാഗം നടക്കാൻ വേണ്ടി പോകുന്നു. ആ യാഗത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രക്തമുണ്ട്, ഭക്ഷണമുണ്ട്. അവിടെ നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയായ ദൈവം പറവകളെയും മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ആ യാഗത്തിലേക്ക്. എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും യഹോവയായ ദൈവം സംസാരിക്കുകയാണ്. ഗോഗിനെയും അവൻ്റെ സഖ്യകക്ഷികളെയും കുറിച്ച് നേരിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം, പരാജയപ്പെട്ട ശത്രുവിൻ്റെ ശരീരങ്ങൾ തിന്നുന്ന പക്ഷി മൃഗാദികളുടെയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെയും വിചിത്രമായ ഒരു ചിത്രത്തോടുകൂടിയാണ് ആ പാസേജ് അവസാനിക്കുന്നത്. അവിടെ യഹോവ പറയുന്നത്, എൻ്റെ യാഗഭക്ഷണത്തിനായി എല്ലാ വശങ്ങളിൽ നിന്നും ഒത്തുകൂടുക. വിചിത്രവും ശക്തവുമായ ഒരു ചിത്രം കൂടുതൽ ഇവിടെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൃഗബലിയോടൊപ്പം ആചാരപരമായ ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും പതിവായിരിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയുള്ള ഈ ഭക്ഷണത്തെ ദൈവം ഒരു യാഗഭക്ഷണമായി കണക്കാക്കുകയാണ്. അവിടെ ആലങ്കാരികമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ആലങ്കാരികമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങളും രക്തവും കിടപ്പുണ്ട്. അതിനെ ദൈവം ഒരു യാഗമായി കണ്ടിട്ട് ആ യാഗത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് പറവകളെയും മൃഗങ്ങളെയുമാണ്. ഗോഗിന് സൈന്യങ്ങളിൽ യാഗമായി അർപ്പിക്കപ്പെട്ട ആട്ടുകുട്ടന്മാരെ പോലെയും കുഞ്ഞാടുകളെ പോലെയും ആയിത്തീർന്നിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ യാഗമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗോഗിന്റെ ആളുകൾ സൈന്യങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ യാഗം കഴിക്കുന്ന ആട്ടുകുട്ടന്മാരോടും കുഞ്ഞാടുകളോടും സാമ്യപ്പെടുത്തിയാണ് പറയുന്നത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിന് തത്തുല്യമാകുന്ന നിലയിൽ പരാമർശിക്കുന്നൊരു ഭാഗം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 17 മുതൽ 21 വരെ വാക്യം വായിച്ച്. റെവലേഷൻ ചാപ്റ്റർ 19 verses 17 to 21. 18 chapter ആണോ 19 chapter ആണോ? 19. Oh. 17 to 21. Yeah. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും
സഹസ്രാധിപന്മാരുടെ മാംസവും ആ വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തുള്ളവരുടെയും മാംസവും ആ സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നോക്കണം, നമ്മൾ യഗസ്കേലിൽ വായിച്ച 17 മുതൽ 20 വരെ വായിച്ച വേദഭാഗവും വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ പറയുന്ന വേദഭാഗം കൂടെ എടുത്തു നോക്കുമ്പോൾ ഒരല്പ സാമ്യമുണ്ട്. അവിടെ ഞാൻ ഒരുക്കുന്ന യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മൃഗങ്ങളെയും പക്ഷികളെയും വിളിക്കുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാവരുടെ മാംസം തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവീൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പറവകളെയും മൃഗങ്ങളെയുമാണ്. അവിടെ എടുത്തു പറയുന്നത് രാജാക്കന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസം കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസം എന്ന് പറയുന്ന യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം, രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഭാഗത്ത് പറയുന്ന യാഗവിരുന്ന് ഒരുപക്ഷെ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരിക്കുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ഇനിയും 20-ാം അധ്യായത്തിൽ 8-9 വാക്യം വായിച്ച്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 8-9. അവൻ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളായി സഖ്യത്തിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇവിടെ പറയുന്നു ഗോഗ് മാഗോഗിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ യഗസ്കേൽ പറഞ്ഞ ആ ഭാഗത്തോട് സാമ്യമുള്ള ഭാഗം പറയുന്നുണ്ട്. ഇവിടെ പറയുമ്പോൾ ആ പേരെടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചിന്താഗതികൾ ഉളവാക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മുടെ ആളുകളൊക്കെ വളരെ തെറ്റായി ഈ ഭാഗങ്ങളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ വേദോസം നന്നായി മനസ്സിലാക്കുക. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് നടക്കുമെന്ന് നമുക്ക് യാതൊരു വിധമാകുന്ന തെളിവില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുന്ന 1000 ആണ്ട് കഴിയുമ്പോൾ എന്നാണ് പറയുന്നത്. ഗോഗ് മാഗോഗിനെ കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗോഗ് മാഗോഗ് യുദ്ധം നമ്മൾ ഈ പഠിക്കുന്ന യഗസ്കേൽ നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം നടക്കുന്ന യുദ്ധമായിരിക്കുമെന്ന് നല്ല ശതമാനം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആളുകൾ പഠിപ്പിക്കലും പ്രസംഗിക്കലും ഒക്കെ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ കണ്ടിട്ട് അത് ഗോഗ് മാഗോഗ് യുദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഇനി 16-ാം അധ്യായത്തിന് വെളിപ്പാട് ദിവസം 16-ലേക്ക് നോക്കി. അവര് എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അവിടെയും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഹർമഗദോൻ യുദ്ധം തന്നെ വിളിക്കുന്നത്. അപ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പറയുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത, അതായത് കർത്താവ് ഒലിവ് മലയിൽ തൻ്റെ പാദം ചവിട്ടി ഒലിവ് മല 2ആയി പിളർന്ന് ഒരു താഴ്വര ഉളവാക്കുന്നു.
ആ സമയത്ത് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം ഒരുപക്ഷെ ഹർമഗദോൻ യുദ്ധമായിരിക്കാമെന്ന് ആളുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. 1000 ആണ്ടിലെ ആഴ്ചയുടെ അവസാനം നടക്കുന്നത് ഗോഗ് മാഗോ യുദ്ധമായിരിക്കുമെന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ചില പണ്ഡിതന്മാർ പറയപ്പെടുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അഥവാ കർത്താവ് രാജാവായി വരുമ്പോൾ നടക്കുന്ന യുദ്ധം ഗോഗ് യുദ്ധമാണെന്നും അല്ല മറ്റേത് ഹർമഗദോ യുദ്ധമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും 2 യുദ്ധം നടക്കും, അത് ഉറപ്പാണ്. അതെപ്പോൾ നടക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു സൂചന നമുക്ക് കാണാൻ കഴിയുന്നാൽ ഇവിടെ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം ഗോഗ് മാഗോ യുദ്ധം നടക്കുമെന്ന് നമുക്കൊരുവിധം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമുക്ക് ആ വിഷയം ഒരു ആളുകളിടയിൽ സംശയങ്ങൾ ഉളവാക്കുന്ന ഒന്നാകിയാൽ നമ്മൾ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. അത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഈ യുദ്ധം എപ്പോൾ നടന്നാലും പ്രശ്നമല്ല. അതവിടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതം നല്ലതായിരിക്കണം, അതാണ് എപ്പോഴും നമ്മുടെ നിത്യതയെ ബാധിക്കുന്നത്. നമുക്കിനി 21 മുതൽ 24 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എഗസ്കേലിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെ. ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എന്റെ കൈയും സകല ജാതികളും കാണും. അങ്ങനെ അന്ന് മുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യം നിമിത്തം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നുവെന്നും അവർ എന്നോട് ദ്രോഹം ചെയ്തത് കൊണ്ട് ഞാൻ എന്റെ മുഖം അവർക്ക് മറച്ചു, അവരൊക്കെയും വാൾ കൊണ്ട് വീഴേണ്ടതിന്. നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഇവരെ പ്രവാസത്തിലേക്ക് എന്തിനു കൊണ്ടുപോയി അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. യഹോവയായ ദൈവം, ഞാൻ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. എഗസ്കേൽ 34-ാം അധ്യായം മുതൽ 39-ാം അധ്യായം വരെ വിവരിച്ചിരിക്കുന്ന അത്ഭുതകരമാകുന്ന പുനഃസ്ഥാപനം, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം, അത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇസ്രായേലിലാണ്. പക്ഷെ അവരെ കൊണ്ട് മാത്രം ആ പുനഃസ്ഥാപനം ഒതുങ്ങുന്നില്ല. ജനത്തിനിടയിൽ, ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തുക, സ്ഥാപിക്കുക എന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. തന്നെ ന്യായവിധി നടക്കുന്നതിലൂടെ അവനിത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 22-ാം ദിവസം വാക്യം വായിക്കുമ്പോൾ, ആ ദിവസം ഇസ്രായേൽ ഗൃഹം അവിടെ ദൈവമായ യഹോവയാണെന്നറിയും. ഈ പുനഃസ്ഥാപനം ഇസ്രായേലിനെ ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് സ്ഥിരമായി കൊണ്ടുവരും. റോമലേഖനം 11-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം വായിച്ച്, റോമൻസ് ചാപ്റ്റർ 11:26. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. 26 അങ്ങനെയാ തുടങ്ങുന്നത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും
രക്ഷിക്കപ്പെടും എന്ന് വളരെ വ്യക്തമായി പൗലോസ് ആ ഭാഗത്തെടുത്ത് പറയുന്നു. ഒരല്പം കാഠിന്യം സംഭവിച്ചാലും ഇസ്രായേൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുന്ന, പുനർനിർമ്മിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് വിവരിച്ച ആത്യന്തികമാകുന്ന ഒരു പുനഃസ്ഥാപനത്തിലേക്ക് നമ്മെ എത്തി നോക്കിക്കുകയാണ്. അന്ന് എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും. നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ കുറെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ വിശദീകരണ ഭാഗങ്ങൾ പഠിക്കാൻ കഴിയും. ഇവിടെ യഹോവയായ ദൈവം ആരാണെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ ആ ദിവസം അറിയും. ഇനി 23-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യ നിമിത്തം അടിമത്തത്തിലേക്ക് പോയി, പ്രവാസത്തിലേക്ക് പോയി എന്ന് ജാതികൾ അറിയും. അങ്ങനെ പറയാനുള്ള കാരണം, ഇസ്രായേലിലെ കഷ്ടപ്പാട് ഒരിക്കലും അതിന് നടുവിൽ ദൈവത്തിന് സഹായിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ പ്രവാസത്തിലേക്ക് പോയത് എന്ന ഒരു ചിന്താഗതി പ്രവാസത്തിലേക്ക് പോയവർ തങ്ങളുടെ ചുറ്റുമുള്ള ബാബിലോണിയുടെ ഇടയിൽ അവർ അത് പ്രചരിപ്പിച്ചു. നമ്മൾ മുൻ അധ്യായത്തിൽ നമ്മളത് പഠിച്ചതാണ്. പ്രവാസത്തിലേക്ക് പോയവർ ബാബിലോണിലുള്ള ആളുകളിടയിൽ പ്രചരിപ്പിച്ചത്, ഞങ്ങളുടെ ദൈവത്തിന് കഴിവില്ലാതെ പോയി, ഞങ്ങളുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവാസത്തിലേക്ക് വന്നത് എന്നൊരു ചിന്താഗതി പ്രവാസത്തിൽ പോയുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയും ആ തെറ്റായ ചിന്താഗതി ചുറ്റുമുള്ളവരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ദൈവത്തിന് തന്നെ ജനത്തെ രക്ഷിക്കുവാൻ കഴിയില്ല എന്ന ചിന്താഗതി അവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചപ്പോൾ യഹോവയായ ദൈവം ആ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് തൻ്റെ പ്രവർത്തനം നീക്കുകയാണ്. യഹൂദന്മാരുടെ പ്രവാസം ദൈവത്തിൻ്റെ ബലഹീനതയല്ല എന്ന് വ്യക്തമായി ഭാഗത്തൂടെ വരച്ചു കാണിക്കുകയാണ്. ദൈവം പരിശുദ്ധനാണെന്ന് ദൈവം കാണിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിനെതിരെ പാപം ചെയ്തതിനാൽ അവൻ യഹൂദന്മാരെ പ്രവാസത്തിലേക്ക് അയച്ചു. ദൈവം ആ ജനതകളെ ശിക്ഷിക്കുമ്പോൾ അവർ ഇത് മനസ്സിലാക്കും, ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണ് ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോയത്. അങ്ങനെ അവർ ദൈവത്തിന് ശക്തിയും മഹത്വവും നന്നായി മനസ്സിലാക്കുമെന്നാണ് ഈ ഭാഗത്തുനിന്ന് തെളിയിക്കുന്നത്. യഹോവ ഒരു ദുർബലനായ ദൈവമല്ല, വെറും ഒരു ലോക്കൽ ഗോഡല്ല എന്ന് യഹോവ ദൈവത്തിന് തെളിയിക്കണം. ആ നിലയിൽ ദൈവം പ്രവർത്തിക്കും. പുരാതന ഇസ്രായേലിലെ കഷ്ടപ്പാടുകൾക്ക് യഹോവ തന്നെയാണ് നേതൃത്വം നൽകിയതെന്ന് അവർ അറിയും. അവിടെ പാപവും അവിശ്വസ്തതയും നിമിത്തം ഇസ്രായേൽ ഗൃഹത്തിന് ദുരന്തം വന്നു. അതുകൊണ്ടാണ് യഹോവ തൻ്റെ മുഖം അവരിൽ നിന്ന് മറച്ചത് എന്ന് ആ ജനം മനസ്സിലാക്കും. ഇവിടെ വരുമ്പോൾ ഒരു പ്രധാന വസ്തുത, ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മളെ ഏൽപ്പിച്ച്, ഇസ്രായേലിനെ ഏൽപ്പിച്ച സ്ഥാനത്ത് അവർ അവിശ്വസ്തരായി ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പ്രസ്താവിക്കേണ്ട സ്ഥാനത്ത് അവർക്കത് പ്രസ്താവിക്കാതെ ദൈവത്തിൻ്റെ കഴിവുകേടുകാക്കി അതിനെ ചിത്രീകരിച്ചു. ദൈവം അതുകൊണ്ട് ഇടപെട്ട കാര്യത്തിൽ
എവിടെയോ കിടന്ന ഗോഗിനെ പ്രവർത്തനത്തിന്മേൽ ദൈവം നോട്ടമിട്ടു. ദൈവം അവൻ്റെ പദ്ധതികളെ തെറ്റിച്ച് ദൈവം അവനിലൂടെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും തൻ്റെ ജനത്തെ ബാബിലോണിൽ നിന്നും മടക്കി, പ്രവാസത്തിൽ നിന്നും മടക്കി പുനഃസ്ഥാപിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ലോകം അറിയും യഹോവയായ ദൈവമാരാണ്. ലോകമറിയും എബ്രായരുടെ ദൈവമാരാണെന്ന്. ലോകമറിയും യഹൂദന്റെ ദൈവത്തിന് കഴിവില്ലാത്തവനല്ല, കഴിവുണ്ട്. സകലത്തിന് മേലും പരമാധികാരമുണ്ട്. സകല മാസ്റ്റർ പ്ലാന്റെ മേലും അവൻ മാസ്റ്റർ പ്ലാൻ ഉള്ള ഒരു ദൈവമാണ് യഹൂദന്റെ, ഇസ്രായേലിന്റെ ദൈവമെന്ന് ലോകം അറിയത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളും, ദൈവം നമ്മുടെ തെറ്റുകൾ നിമിത്തം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാകപ്പെട നിമിത്തം ഉണ്ടാകുന്ന കാര്യങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്നാൽ ദൈവം ഇടപെടുമ്പോൾ അത് നീതിയായും സത്യമായി ഇടപെടുകയും ദൈവം തൻ്റെ മഹത്വം അതിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് പരമാധികാരമുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, കേൾപ്പാൻ കഴിയാതവണ്ണം എൻ്റെ കാത് മന്ദമായി പോയിട്ടില്ല, കാണാൻ കഴിയാതവണ്ണം കണ്ണ് കുരുടായിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാനും ദൈവത്തിന് കാണാനും കേൾക്കുവാനും കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിൽ മുറുകെ പിടിക്കാം, ആ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കാം. ആ ദൈവം തക്ക സമയത്ത് മേഘാരൂഢനായി ഇസ്രായേലിന് വിടുതലിനായി ഇറങ്ങി വരുമെന്നുള്ള വചനപ്രകാരം നമ്മുടെയും ആശ്വാസങ്ങൾക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.